ചാമമോനെ വീട്ടിലേക്ക് സ്വാഗതം. എനിക്കൊരാളെ കാണാനുണ്ട്. ചാമമോനെ ഇത്ര വേഗത്തിൽ എങ്ങോട്ടാ പോകുന്നത് മോൻ? സമായിക്ക് സുഖമില്ല. അവൾക്ക് സ്കൂളിൽ വെച്ച് തല ഇറങ്ങി. അവളുടെ അമ്മ വന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ എല്ലാരും അവളെ കാണാൻ പോവുകയാണ്. അവൾക്ക് വേണ്ടി കേക്കും പൂക്കളും ഫ്രൂട്ട്സും അറേഞ്ച് ചെയ്യും. ഇപ്പൊ കൊണ്ടുവരാം. ഈ ലോകം ഒന്നിനും കൊള്ളില്ല. സമായോ കാക്കിനോ ബിൻബോ എന്തെവിടെ? കുട്ടികളെ വരൂ. സമായോ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഞങ്ങള് നിന്നെ കാണാൻ വന്നതാ. നിനക്ക് മധുരം വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജാം കൊണ്ടുവന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്വാമിയെ കണ്ടു. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന പ്രസാദമാണിത്. ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നത്? ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. ഞാൻ നിനക്ക് വേണ്ടി പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പാല് കുടിച്ച് നിനക്ക് സ്ട്രോങ് ആവാലോ. സമായോ നോക്ക്, ഞാൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന്. കൊറേ ഫ്രൂട്ട്സും നിനക്ക് ഇഷ്ടപ്പെട്ട കേക്കും. നിന്റെ അസുഖം വേഗം മാറട്ടെ. ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? എനിക്ക് കഴിക്കാനായി ഇത്രയും സാധനങ്ങൾ എന്തിനാ വാങ്ങിയത്? അല്ല സമായ മോളെ, നിന്റെ കൂട്ടുകാർ നിനക്ക് സമ്മാനം തരാനാണല്ലോ വന്നത്. താങ്ക് യു. പക്ഷെ ഈ ഗിഫ്റ്റ് ഞാൻ എടുക്കില്ല. നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ. സമായോ ക്ഷമിക്കൂ കുട്ടികളെ, അവൾ വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും അത്. പക്ഷെ അങ്കിൾ, സമായോ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ പോയത്? ശരിക്കും സമായോ അതില് വേണ്ട പപ്പ, എന്നെ കുറിച്ച് ഒന്നും പറയണ്ട. അതിന്റെ അർത്ഥം എന്താ? ആഹാ, സമായോ കുറച്ചു ദിവസമായിട്ട് അവളുടെ വെയിറ്റിനെ കുറിച്ച് ഓർത്ത് ടെൻഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡയറ്റും തുടങ്ങിയിരിക്കും. അത് ശരി. അപ്പൊ വിശന്നിട്ടായിരിക്കും ഇന്ന് ബോധം കെട്ട് ക്ലാസ്സിൽ വീണതല്ലേ? അപ്പൊ ഇതാണല്ലേ കാര്യം. എനിക്കൊന്നും വേണ്ട, എല്ലാം തിരിച്ചു കൊണ്ടേക്കോ. സമായോ നിനക്കെന്ത് പറ്റിയെന്ന് എന്നോട് പറ. പറഞ്ഞേനെ, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. അതാ എന്റെ ചെവിയിൽ പറയാമോ? മോനെ, കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമായോ ഈ രാജ്യത്തെ ഏറ്റവും അഭിമാനമുള്ള കുട്ടിയാ. അവളുടെ ഈ രോഗത്തിനുള്ള ചികിത്സ ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ രോഗത്തിന് ചികിത്സയില്ല? പപ്പ വേഗം വരൂ. എന്താ നീ പറഞ്ഞത്? സമായോക്ക് യാതൊരു ചികിത്സയും ഇല്ലാത്ത രോഗമാണെന്നോ? അങ്കിൾ അങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഓ, അതായത് യാതൊരു ചികിത്സയും ഇല്ലാത്ത രോഗം എന്ന് പറഞ്ഞാൽ ആ അസുഖം മാറുകയില്ലെന്ന്. ഡൈ എൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ 2 വാക്കുകളാണ്. അതായത് അത്തരത്തിലൊരു രോഗം വന്നാൽ ആ രോഗി മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. യാതൊരു ചികിത്സയുമില്ല. അത് ശരി, ഇപ്പൊ മനസ്സിലായി പപ്പ. അതായത് ഈ രോഗം പിടിച്ചാൽ അയാൾ മരിച്ചു പോകുമെന്ന്. എന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചത് കണ്ടോ? എന്താ പറഞ്ഞേ? ഇവനിന്ന് മുഴുവൻ കരച്ചിലാണല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ യജമാനൻ, ആ സമയം മുതൽ മോൻ കരച്ചിലോട് കരച്ചില്ല. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിമാരും അവന്റെ കൂടെ വാവിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്കത് അംഗീകരിക്കാനേ പറ്റില്ല. സമായോ ചാമയുടെ ഏറ്റവും അടുത്ത സുഹൃത്താ. അവനിങ്ങനെ കരഞ്ഞാൽ വല്ല അസുഖവും വരും. ചാമ, പറയൂ പപ്പ, പപ്പ ഇവിടെ എന്തിനാ വന്നേന്ന്? ചാമ മോനെ, നീ എന്തിനാ ഇത്രയും കരയുന്നത്? നീ ആ സമായോനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവൾ എന്ത് സങ്കടത്തിലായിരിക്കും. ഇങ്ങനെ കരയുന്നതിന് പകരം നീ അവളെ നോക്കുകയാണ് വേണ്ടത്. ഞാൻ സമായിക്കൊന്നും വരാൻ സമ്മതിക്കില്ല പപ്പ. ഇത് കൊറേയായി. ഞാൻ സമായിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. എന്നിട്ട് അവളെ ഞാൻ അവളുടെ അസുഖത്തിൽ നിന്ന് രക്ഷിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എന്റെ മകൻ ധീരനാണല്ലോ. സഭാഷ്. എന്നെ കെട്ടിപ്പിടിക്കും പപ്പ. എന്നിട്ട് എന്റെ കണ്ണുനീര് തുടച്ചതാ. വാ മോനെ, ഞാൻ മൂക്കും തുടച്ചു തരാം നിനക്ക്. ഓ, ചാമമോൻ ഇത്ര ചെറുപ്പത്തില് തന്നെ എന്ത് ധൈര്യവാനായിരിക്കുന്നു. ഇത്രേ ഉണ്ടായിരുന്നുള്ളോ? അതെന്തിനാ ഒളിച്ചു വെച്ചോണ്ടിരുന്നേ? അങ്ങനൊന്നുമില്ല, എനിക്ക് നാണം വരായിരുന്നു. സമായോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു പോകും. പക്ഷെ അവൾ ഇപ്പോഴും പൊട്ടിച്ചിരിക്കുവാണല്ലോ. ആരും നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ല. പക്ഷെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അയ്യോ ചാമ, നിനക്കെന്ത് പറ്റി? ഇല്ല,
ഞാൻ സമായുടെ മുൻപിൽ ഇങ്ങനെ കരയാൻ പാടില്ല. എന്തും സഹിച്ച് ഞാൻ ചിരിച്ചേ പറ്റൂ. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ സമായോ. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കിന്ന് ആഘോഷിക്കണം. വരൂ എല്ലാരും ഡാൻസ് കളിക്കൂ. നീ എന്ത് കോമാളിത്തരോ കാണിക്കണ്ടേ ചാമ. എനിക്ക് സന്തോഷമായി. എനിക്ക് നിന്നെ ചിരിപ്പിക്കാൻ പറ്റിയല്ലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഇന്ന് ഞാൻ മുഴുവൻ സമയം പാട്ടുപാടും ഡാൻസും കളിക്കും. എന്താ പെട്ടെന്ന് പറ്റിയേ? എനിക്ക് തോന്നുന്നു സന്തോഷം കൊണ്ട് അവന് പ്രാന്തായിന്ന്. ഞാൻ ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യുമല്ലോ. ക്ഷമിക്കണം സമായോ, എനിക്ക് ആ ചോക്ക് എടുത്ത് തരുമോ? നിനക്ക് നാണമല്ലേ ഈ പാവം പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും ഭാരമുള്ള ചോക്കെടുപ്പിക്കാൻ? നീ ഭയങ്കര പൊട്ടയാണ്. ഓ സമായോ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നീ ഓക്കെ അല്ലേ? എന്റെ ഉത്തരം കറക്റ്റ് ആണോ കാക്കിനു? അല്ല, ഇത് തെറ്റാണ്. ഞാൻ കാണിച്ചത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്. സമായോയുടെ ഉത്തരം തെറ്റാന്ന് പറയാൻ നിനക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? സമായു ചെയ്യുന്നതെല്ലാം വളരെ ശരിയായിരിക്കും. നിനക്കത് മനസ്സിലാവില്ല. സമായു, നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നിനക്ക് ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. സമായു കേട്ടേ? എന്താ പറ്റിയ സമായോ? ഇവന്റെ തലയ്ക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം സമായോ. അല്ല സമായോ, പറ. ഇന്ന് മുതൽ എന്റെ വീട്ടിൽ താമസിക്കൂ. ഞാൻ നിന്നെ നന്നായി നോക്കിക്കോളാം. നിനക്കിത് എന്താ പറ്റിയ? നീ എന്താ പറയുന്നേ ചാമ? സത്യം പറയുന്നേ. നമുക്കിനി അധികം സമയമില്ല. ഞാൻ നിന്നെ എപ്പോഴും സന്തോഷിപ്പിക്കാം. നീ അതും ഇതും പറയുന്നത് നിർത്തൂ. വിചിത്രമായിരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞതാണ് സമായോ. ആരെ നിൽക്ക്, എന്നെ വേഗം ഓടിക്കോ. വിടൂ, എന്നെ മറിഞ്ഞു വിടൂ. വിടൂ വിടൂ. എനിക്ക് മാത്രമേ സമായോയെ നന്നായി നോക്കാൻ പറ്റൂ. എന്നെ വിടൂ. വിടാൻ. വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ സമായോ. സമായോ നിൽക്കൂ. ചിലപ്പോ ഇനി അവൻ നമ്മുടെ പുറയിൽ വരില്ല. എനിക്ക് ചാമയിൽ ഒരു വിശ്വാസവും ഇല്ല. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. ഇതെന്താ? സമായോ പ്ലീസ്, എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ഞാൻ നിനക്ക് വേണ്ടി ഒരു വലിയ പാർട്ടി നടത്താം. നിനക്ക് നന്നായി ഇഷ്ടപ്പെടും. നല്ല രസമായിരിക്കും. നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരില്ല. പ്രോമിസ്. എന്റെ വീട്ടിലേക്ക് വരൂ. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാം. വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിലേക്ക് വരൂ. എന്റെ വീട്ടിലേക്ക് വരൂ. വീട്ടിലേക്ക് വരൂ. വരൂ. സമായോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ മുഖം കഴുകിട്ട് വരാം. സമായോ, ഞാൻ നിനക്ക് വേണ്ടി ഒരു നല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ എന്റെ കത്തിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ. അത്ഭുതമായിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് 3 കിലോ കുറഞ്ഞു. അടിപൊളി ചാമ. നിന്റെ അടുത്ത് നിന്ന് ഓടുന്നതാണ് ഡയറ്റിനെക്കാളും നല്ലത്. ഓ സമായോ, എന്താ പറ്റിയത് മോളെ? ഓ ചാമ, നീ എന്താ ഈ കോലത്തില്? സമായയുടെ അസുഖത്തിന് ഒരു ചികിത്സ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇതെന്താ നീ പറയുന്നേ? അല്ല ശ്യാമ, നീ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ പറയാൻ വന്നത് സമായോയ്ക്ക് അവളുടെ വെയിറ്റിനെ കുറിച്ചുള്ള ചിന്തയാണുള്ളത്. അവൾ ഡയറ്റിലാണ്. പക്ഷെ എനിക്കത് നിന്നോട് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാ. അതിനർത്ഥം ഞാൻ പൊട്ടത്തരമാണ് ചിന്തിച്ചേ. നീ ഒരു മരമണ്ടനാണ് ചാമ. സോറി. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്നും കൂട്ടുകാരായിരിക്കാം. എന്താ ശരിക്കും നീ എന്നും എന്റെ കൂട്ടുകാരിയായിരിക്കുമോ? എന്തിനാ സമായോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സമായോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ശല്യപ്പെടുത്താതിരിക്കൂ, എനിക്ക് തലവേദനിക്കുന്നു. നിനക്കിത് പിടിക്കുന്നില്ലെങ്കിൽ നീ എന്താ ഇവിടുന്ന് ഓടിക്കാത്തേ? ഇവൻ കാരണമാണ് എന്നെ 3 കിലോ കുറഞ്ഞത്.